ഇതാണ് ഇവിടുത്തെ നമ്മളുടെ ഒരു സ്നേഹത്തുമ്പി ദേവി ചെന്നൈയിൽ നിന്നാണ് വന്നത്. ഇപ്പോൾ ഈ നാട്ടിലത്തെ ഒരു മരുമകളായിട്ടിരിക്കുവാണ്. കാണാൻ എന്ത് ഭംഗിയാന്ന് കണ്ടില്ലേ? പച്ച കളറിൽ പൊട്ട് വെച്ച് ഏതോ ഒരു ദൈവത്തിൻ്റെ പൊട്ടാന്നാണ് പറഞ്ഞത്. നെറ്റിയിൽ മഞ്ഞളും ആ പച്ച കുങ്കുമം പൊട്ട് ചുമന്ന പൊട്ടൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയില്ലേ അത് കാണാൻ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. എനിക്ക് ഇത്തിരി അഭിമാനം തോന്നുന്ന ഒരു വ്യക്തിയും വളരെ സ്നേഹമുള്ള ഒരു വ്യക്തിയുമാണ്. ഞാൻ ഇഷ്ടപ്പെടുന്നതിലുള്ള ഒരാളാണ്. എനിക്കിതേ പൂ വച്ചിരിക്കുവാണ്. പൂ തന്നു, എനിക്ക് സന്തോഷം. ഇതും എനിക്ക് തരാനായിട്ടിരിക്കുവാണ്. അവർ ഭയങ്കര ഭക്തിയാണ് കേട്ടോ. കഴുത്തിലൊക്കെ ഇട്ടിരിക്കണ കണ്ട ഒത്തിരി നല്ല കാര്യങ്ങളും എപ്പോഴും ചിരിച്ച മുഖമായിട്ട് എന്നോട് സ്നേഹമായിട്ട് അക്കാന്ന് വരുന്ന ഒരാളാണ്. എനിക്കത് കാരണം വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ്. ഞാൻ അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നത്. ദേവി എന്ത് ഊർ ഇത്? ഇത് ദേവിയോட ഊർ എന്നത് തിരുവെട്ടൂർ. എங்கே இருக்குது? சென்னையில் இருக்குதா? அப்போது தேவி இங்கே வந்து எத்தனை வருஷம் ஆகுது? கல்யாணம் பண்ணி எங்கள் பாப்பா வயிற்றுல 9 மாதத்துக்கு வந்தோம். 9 மாதத்தில் எத்தின்னு 30 வருஷம் ஆயின்னு. தேவி இப்போ எதுக்கு மாலை போட்டிருக்குது? പഴനിക്ക് നടന്നു പോകുന്നു. പാദയാത്ര പോകുന്നു. പഴനിക്ക് ഇവിടെ നിന്ന് നടന്നു പോകുന്നു. എவ்வளோ പേര് പോகிறீங்க? நாங்கள் ஒரு 1000 பேர் போவோம். 1000 பேரா? ஓ வெரி குட். அப்போது வேறு எங்கெல்லாம் போயிருக்கிறீங்க இது மாதிரி நடந்து? திருப்பதிக்கு போயிருக்கேன், பாதயாத்திரை, പഴനിക്ക് പോയിരിக்கிறேன். വെരി ഗുഡ്. സമയപുരത്തിന് പാൽക്കുടം എടുപ്പേൻ. സമയപുരത്തിന് പാൽക്കുടം എടുക്കും. എല്ലാം പാദയാത്ര എന്ന് പറഞ്ഞാൽ നടന്നു പോണത് തന്നെയാണ് കേട്ടോ. ചിത്ര മാസമോ നടന്നു പോവും. ചിത്തിരയിൽ, അതായത് മേടമാസം. ആടി മാസം പാൽക്കുടം എടുക്കും. കർക്കിടകത്തിൽ പാൽക്കുടം എടുക്കും. ശക്തി കോവിലേക്ക് മാല പോട്ട് പോകും. ഓം ശക്തി കോവിൽ വെച്ചാൽ ചെന്നൈയുടെ അടുത്തുള്ള ആദിപരാശക്തി കോവിലാണ് ഓം ശക്തി. അങ്ങ് മാല പോടുവീங்களா? മാല പോട്ട് വീട്ടിൽ വിരതം ഇരുന്ന് தான் പോവും. കണ്ടാ എന്ത് ഭംഗിയായിട്ടുണ്ട്, ഡെഡിക്കേഷൻ കണ്ടാ. എനിക്ക് ഭയങ്കര ഒരു എന്താ തോന്നുക, ഇവരൊക്കെ ഒരു കാര്യം കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് എനിക്ക് ഭയങ്കര ഇവരോടുള്ള ഒരു ഇഷ്ടം തോന്നാന്നുള്ളൊരു കാര്യമാണ്. എപ്പോഴും ഓടി വരുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഐശ്വര്യമായിട്ട് തോന്നും കേട്ടോ. അത് കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. ദേവിക്ക് ഇപ്പോൾ പുതു വീടെല്ലാം എങ്കിൽ കെട്ടിയാച്ചാ? ഞാൻ കഴിഞ്ഞ ദിവസം പോയിരുന്നു. അടിപൊളിയായിട്ട് വീടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. സന്തോഷം. മോന് കല്യാണം നടക്കണമെന്ന് കേട്ടോ. അത് എന്നോട് പറയുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് പെണ്ണ് കിട്ടേണ്ടതാണല്ലോ ഇന്നത്തെ കാര്യത്തിൽ വലിയൊരിത്. അതുകൊണ്ട് മോന് കല്യാണം ചെയ്യണമെന്ന് എന്നോട് പറയുക. അത് കാരണം സന്തോഷമുള്ള കാര്യമാണ്. ദേ കനകാമ്പരത്തിലേക്ക് പോയി. അടുത്ത ഇവർ ഇവിടെന്ന് കെട്ടും കേട്ടോ. അതെ, ഇതാണ് നമ്മളെ തല നിറച്ച് ഇവിടെ വെക്കാനായിട്ടൊക്കെ ഇവിടെ എല്ലാവരും തരുന്നത്. എനിക്ക് സന്തോഷമുള്ളൊരു വ്യക്തിയാണ്. എനിക്ക് നല്ല മതിപ്പുള്ളൊരു വ്യക്തിയാണ്. നല്ല ഹാർഡ് വർക്കിംഗ് ആണ് കേട്ടോ. അതാണ് പുള്ളിക്കാരത്തി ഇവിടെ വന്നപ്പം മുതൽ അവിടെ ഇരുന്ന് തുടങ്ങി ഇന്നിപ്പം നല്ല നിലയിലെത്തി കേട്ടോ. 3 നിലയുടെ 3-ാം നിലയിൽ മുറി പണിത വീട് വെച്ചിരിക്കുന്നത്. അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണ് കേട്ടോ. അതൊക്കെ കൊണ്ടാണ് ഞാനിത് പറഞ്ഞു. മോളെ നല്ല നിലയ്ക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. ആ ഭക്തിയും ആ സിൻസിയാരിറ്റിയും പെർഫെക്റ്റായിട്ട് രാവിലെ പടപടി പണികളൊക്കെ. എത്ര മണിക്ക് ദേവി കാലയിൽ എന്തിരിപ്പേങ്ക? 4 മണിക്ക് എണീക്കുന്നു. 4 മണി 3 മണിക്ക്. കേട്ടല്ലോ, ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവും. അവർ പറഞ്ഞത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുമെന്ന് എനിക്കറിയാം. നമ്മളെല്ലാം തമിഴ് വളരെ സ്നേഹിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ തമിഴ് അറിയാം. എന്നാലും സന്തോഷമാണ് കേട്ടോ. ദേവി എനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയായതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നിയത് കേട്ടോ. ആ ഒരു സ്നേഹം ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്.